ഞാൻ ഡോക്ടർ ജോബി സ്കറിയ, ബ്രെയിൻ വർക്ക്സ് ന്യൂറോ സൈക്യാട്രി സെൻറ്ററിൽ ക്ലിനിക്കൽ ഡയറക്ടറായും അതുപോലെ തന്നെ അവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റായും സേവനമനുഷ്ഠിക്കുന്നു. ഏപ്രിൽ 2-ാം തീയതി ഓട്ടിസം ദിനമായി നാം ആചരിക്കുന്നുണ്ട്. ആ ഓട്ടിസം ദിനമായി ആചരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഓട്ടിസം, അതിനെപ്പറ്റി ചില വാക്കുകൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് നമ്മളുടെ മസ്തിഷ്കം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ മൂലമാണ് ഇതുണ്ടാകുന്നത്. മെയിനായിട്ട് 3 ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, സംസാരത്തിലും അതുപോലെ ആശയവിനിമയത്തിലും കാലതാമസം ഉണ്ടാവുക. 2, മറ്റുള്ളവരുമായി ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. 3-മതായി റെപ്പറ്റിറ്റീവ് രീതിയിലുള്ള ചില ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ ചില സെൻസേഷനോടുള്ള പേടി, അതായത് ചില സൗണ്ടുകളോട്, ചില ലൈറ്റ്സിനോട്, ചില പദാർത്ഥങ്ങളോടുള്ള പേടി. ഇങ്ങനെയുള്ളൊരു 3 ഗ്രൂപ്പ് ഓഫ് സിംറ്റംസാണ് നമ്മൾ ഓട്ടിസത്തിൽ കണ്ടുവരുന്നത്. ഇതിനെ എങ്ങനെ കണ്ടെത്താം? നമ്മൾ ഒരു സമഗ്രമായ അവലോകനം വേണം. ഒരു കോംപ്രിഹെൻസീവ് അസസ്മെൻ്റ് എന്ന് പറയും. അതായത് ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ന്യൂറോ സൈക്യാട്രിസ്റ്റോ പീഡിയാട്രീഷ്യൻ്റെ ഒരു അസസ്മെൻറ്റ് വേണം. അതിൻ്റെ കൂടെ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സൈക്കോളജിസ്റ്റ് എന്നിവരുടെ അസസ്മെൻറ്റ്സും സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡയഗ്നോസിസിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ്? ഓട്ടിസമുള്ള കുട്ടികളിൽ മരുന്നിൻ്റെ ആവശ്യകത സാധാരണ അങ്ങനെ വരുന്നില്ല. പക്ഷേ നമ്മൾ തെറാപ്പികളിലൂടെ ഇവരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും നമ്മളൊരു 3 വയസ്സിന് മുന്നേ തന്നെ ഈ തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന്, നമ്മൾ സ്പീച്ച് തെറാപ്പിയാണ്. അതായത് സംസാരത്തിലുള്ള കാലതാമസം, ആശയവിനിമയത്തിലുള്ള കാലതാമസത്തെ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി, അവനിലുണ്ടാകുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കുക. അതുപോലെ ചില പദാർത്ഥങ്ങളോടോ ചില കാര്യങ്ങളോടോ ഉള്ളൊരു പേടി, അതുപോലെ പലവട്ടം ബിഹേവിയേഴ്സ് കാണിക്കുന്നത്, ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒക്യുപ്പേഷണൽ തെറാപ്പി ചെയ്യുന്നത്. 3-മതായിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ സഹായം വേണം. പ്രത്യേകിച്ചും 3 വയസ്സിന് മേളിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എഴുതുവാനും അതുപോലെ പഠനത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുക. അതിനാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ സെഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ബിഹേവിയേഴ്സിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ സഹായവും വേണം. അതുപോലെ റെഗുലറായിട്ട് ഡോക്ടേഴ്സിൻ്റെ, അതായത് ന്യൂറോ സൈക്യാട്രിസ്റ്റിൻ്റെയോ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ്റെയോ സഹായം, അതായത് അവർ റെഗുലറായിട്ട് പേഷ്യൻസിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം, എവറി മന്ത് അല്ലെങ്കിൽ എവറി അതർ മന്ത്. ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ബ്രെയിൻ വർക്ക്സിൽ ചെയ്യുന്നത്. ബ്രെയിൻ വർക്ക്സിൽ ഡോക്ടേഴ്സിൻ്റെ ഇൻപുട്ട് സ്ഥിരമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു കുടക്കീഴിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്പീച്ച് തെറാപ്പിസ്റ്റും ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും സൈക്കോളജിസ്റ്റും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം മൂലം നമ്മൾ ഒരുപാട് കുട്ടികളെ സഹായിച്ച് അവരെ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ചില ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതാണ് എന്നുള്ള ഒരു ആശയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും കുട്ടികൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുക. ഓട്ടിസം ദിനത്തിൽ ഞാൻ എല്ലാ ആശംസകളും എല്ലാ കുട്ടികൾക്കുമായിട്ട് നേരുന്നു. താങ്ക് യു വെരി മച്ച്.